സ്തുതിക്കുന്നത് ദൈവമക്കൾക്ക് ഉചിതമാണ്. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ഫോർ ദി ചിൽഡ്രൻ ടു പ്രൈസ് ഗോഡ്. ദൈവത്തെ സ്തുതിക്കുന്നത് ഏറ്റവും ഉത്തമമായൊരു കാര്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പം സത്യത്തിൽ നമ്മൾ വിലപിടിപ്പായിട്ടുള്ളൊരു കാര്യം ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുകയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുമ്പം നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയം വരും. ദൈവത്തിൻ്റെ നന്മകൾ ഒത്തിരി വിളിച്ചു വരും, ദൈവത്തിൻ്റെ മഹത്വം വലുതാകും. അതുതന്നെയല്ല, ആ മഹത്വം നമ്മുടെ മേലും വീഴും. അതുകൊണ്ട് ദൈവത്തിനെ സ്തുതിക്കാൻ പഠിക്കണം. രാവും പകലും നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. മനുഷ്യനെ അല്ല. ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ഞാനീ ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ മനുഷ്യരെ സ്തുതിക്കാൻ വലിയ കഴിവുള്ളവരെ എനിക്കറിയാം. മനുഷ്യർ അന്യോന്യം അങ്ങ് സ്തുതിക്കും, ഓ നിങ്ങളില്ലാതൊന്നും നടക്കത്തില്ല. അവിടുത്തെ അല്ല ഞാനീ പറയുന്നത്. ദൈവത്തെ സത്യത്തിൽ ആത്മാവിനെ സ്തുതിക്കാൻ പഠിക്കണം. വേദപുസ്തകത്തിൽ അങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ എടുത്ത് വായിക്കുകയല്ല, സങ്കീർത്തനങ്ങളെ ആലപിക്കുക എന്ന് പറയുന്നത്, പാട്ടുപോലെ. അതായത് എൻ്റെ വായിലെ എൻ്റെ ഹൃദയത്തിലെ എൻ്റെ ചിന്തകളും, എൻ്റെ വായിലെ എൻ്റെ വാക്കുകളും, എൻ്റെ ഹൃദയത്തിലെ എൻ്റെ ചിന്തകളും എൻ്റെ ദൈവമേ നിനക്ക് പ്രസാദകരമായിരിക്കും. ഇതൊന്നും വായിക്കുകയല്ല. ദിസ് ടു ബി സങ്. Let the words of my mouth and the meditations of my heart be acceptable unto thee, O Lord. Let the words of my mouth and the meditations of my heart be acceptable unto thee, O Lord. അതാണ് എൻ്റെ ഹൃദയ വിചാരങ്ങൾ, എൻ്റെ വാക്കുകളും ദൈവമേ നിനക്ക് സ്വീകാര്യം. നമ്മുടെ ഹൃദയ വിചാരങ്ങളാണ് പൊങ്ങി വന്നത് മനോഹരമായ. അത് സങ്കീർത്തനം അതിന് പറ്റിയതാണ്. അപ്പം സ്തുതിക്കാൻ പറയുമ്പോൾ നമുക്ക് സ്തുതിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് ഒരേ സങ്കീർത്തനം 7 പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ അത് സ്തുതിപ്പാണ്. ദൈവത്തിന് സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമെന്നാണ് സങ്കീർത്തനം 24 പറയുന്നത്. ഞാൻ നേരത്തെ ലെറ്റ് ദ വേർഡ്സ് എന്നുള്ള പറഞ്ഞത് സങ്കീർത്തനം 19 അവസാനത്തെ 14 വാക്യമാണ്. അതുപോലെ സ്തുതികളിൽ വസിക്കുന്നവനെന്ന് യേശുവിനെ ദൈവത്തെക്കുറിച്ച് പറയുന്ന അവൻ യഹോവ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം. അല്ലാതെ നമ്മുടെ ഒരു വികാരവും അവിടെ നമ്മൾ പഠിപ്പിക്കുമല്ലോ, അയ്യോ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാം ഉത്തരം കിട്ടും. അതൊക്കെ ഫസ്റ്റ് സ്റ്റേജാണ്. അത് കഴിഞ്ഞ് എത്രയോ പടികൾ കിടക്കുന്നെന്ന്. കണ്ണുനീരോടെ വിധിക്കുന്നവൻ ആർപ്പോടെ പോയി, അതെല്ലാം ശരിയാണ്. പക്ഷെ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഏറ്റവും മനോഹരത. അതിനാണ് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പ്രമോദം മനുഷ്യ മക്കളോടുകൂടി. എന്തിനാ? നമ്മൾ ഈ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ പറയുമ്പോഴുണ്ടല്ലോ, നന്മ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നീ ഉണ്ടാക്കിയ ആ ഭക്ഷണം നല്ലതാണ്. അപ്പം പിന്നത്തെ പ്രാവശ്യം ആ ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് കോൺഫിഡൻസ് കൂടും. നീ അന്ന് വചനം പറഞ്ഞ് ഞാൻ ഓർത്തിരിപ്പുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾ പറഞ്ഞാൽ ഞാൻ വചനമൊക്കെ പറയും. എനിക്ക് ഓർമ്മയാകാലത്തോട്ട് ഞാൻ വചനം പറയുന്നുണ്ട്. ഞാൻ കുറഞ്ഞതൊരു 30 കൊല്ലം മുമ്പ് ഒരു പ്രാവശ്യം ഒരിടത്ത് പോയി ഞാൻ സങ്കീർത്തനം 23 പറഞ്ഞു. പിന്നെ 15 വർഷം 20 വർഷം കഴിഞ്ഞ് ഒരു സ്ത്രീ എന്നെ കണ്ടു ചോദിച്ചു, ഓടി വന്ന് ചോദിച്ചു, അന്ന് നിങ്ങൾ സങ്കീർത്തനം 23 പറഞ്ഞ് ഞാൻ ഓർക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നപ്പച്ച എന്തൊരു മെമ്മറിയാണ്. ചിലത് തൊടുമെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുമ്പം നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത്. സങ്കീർത്തനം 24 അത് വായിക്കാനാണ് ഞാൻ തുടങ്ങിയത്. 24 ദൈവം എവിടെ 24 ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്ന, 102 തോന്നുന്നു. ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ ഈ വികാരത്തെ കിടന്നുള്ള അയ്യോ പത്തും അതൊക്കെ അത് കേൾക്കത്തില്ലെന്നല്ല, കേൾക്കും. പക്ഷെ അതിൽ ഉചിതമായതുണ്ടല്ലോ വേദപുസ്തകം, നമുക്ക് അതെടുക്കാമല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നത്, നീ ആത്മാവിൽ എന്നെ സ്തുതിച്ച് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവനെ സ്തുതിക്കുക. ഈ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് വെച്ചാൽ പ്രധാന ദൂതനാണ് ഒരാൾ, ഗബ്രിയേൽ. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 26 ആകുമ്പം 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. അപ്പോൾ ഈ കന്യക രാജ്ഞിയൊന്നുമല്ല, ഈ കന്യക വലിയ ഫേമസ് ഒന്നുമല്ല, സാധാരണയായ ഒരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ വേദപുസ്തകത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. നോക്കിക്കോണേ, കന്യകയുടെ അടുക്കൽ അയച്ച് ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. എന്താ വിളിച്ചത്? മറിയെന്ന് വിളിച്ചില്ല. ദ ഏഞ്ചൽ കംസ് ആൻഡ് കോൾസ് ഹർ, കൃപ ലഭിച്ചവളെ. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പം എൻ്റെ പേര്
വിമലെന്ന് വിളിക്കുന്നതിന് നല്ലത് കൃപ ലഭിച്ചവളെ, കൃപ നിറഞ്ഞവളെ എന്ന് ദൈവം വിളിക്കുന്നത് കേൾക്കാൻ ആ ദൂതൻ വന്ന് നമ്മളെ വിളിക്കുമ്പം നിനക്ക് കൃപ ലഭിച്ചു അല്ലെ കൃപ ലഭിച്ചവളെ എന്ന് വിളിക്കുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അത് മാതാവിന് കിട്ടി. അതുകൊണ്ടാണ് മാതാവ് കൃപ ലഭിച്ചവളെന്ന് പറഞ്ഞിട്ട് പദവി മാറിയതുകൊണ്ട് മറിയേ എന്നുള്ള പദവിയിൽ നിന്ന് കൃപ ലഭിച്ചവളെ എന്നുള്ള പദവിയിലായപ്പോൾ മറിയയ്ക്കിത് മനസ്സിലാകുന്നില്ല. കൃപ ലഭിച്ചവളെന്ന് ആരാ? സ്വർഗത്തിലെ ദൂതൻ വന്ന് വിളിച്ചപ്പോൾ നിനക്ക് വന്ദനം. നമ്മളെ കൃപ ലഭിച്ചു കഴിയുമ്പം വന്ദിക്കേണ്ടിവൻ വന്ദിക്കും. ഇതാരാ? ദൈവസന്നിധി നിൽക്കുന്ന ദൂതനാണ് വന്ന് വന്ദിക്കുന്നത്. രാജാധിരാജാവിൻ്റെ അധിപൻ്റെ സേനയിലുള്ള ഒരാളാണ് ഇവിടെ വന്ന് വന്നിക്കുന്നത്. അല്ല ഈ ലോകത്തിലുള്ളവരല്ല. ഈ ലോകത്തിലുള്ള സാധാരണ ഈ വലിയ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഇന്ന് കണ്ട് നാളെ ചത്തുപോകുന്നവരല്ല. ദൈവത്തിൻ്റെ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെന്ന്. അവൾ ആ വന്ദനം കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, ദൂതൻ അവളോട് പറയുന്നു, മറിയേ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക, അവന് ശേഷു എന്ന് പേരിടണം. അപ്പോൾ യേശു എന്ന പേരിടാനും യേശുവിനെ ഇവളുടെ ഉദരത്തിൽ വഹിക്കുവാനുമുള്ളത് കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ചപ്പോൾ സംഭവിച്ചു. അതാണ് സ്വർഗാദി മണ്ഡലത്തിലിരിക്കുന്ന ദൈവദൂതന്മാർ പോലും സ്വർഗത്തിൻ്റെ ലാംഗ്വേജേ പറയത്തുള്ളൂ. നമ്മൾ ദൈവമക്കളാന്ന് പറഞ്ഞിട്ട് ദൈവമക്കളുടെ ലാംഗ്വേജ് ആണോ ഉപയോഗിക്കുന്നത്, അതോ ഈ ലോകത്തിൻ്റെ ഭാഷയിലാണോ സംസാരിക്കുന്നത്? ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെ പ്രതീകമായ രണ്ട് മക്കളെ ഒരേ സമയത്ത് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ഒന്ന് യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിൻ്റെ അവസാനം, 2 യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കർത്താവ് ആരംഭം. അപ്പം വേദപുസ്തകത്തിൽ ഇവർ രണ്ടുപേരെയും ഒരേ സമയത്ത് ഒരു കാലയളവിൽ കാണിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ മറിയ ഗർഭം ധരിച്ചു കഴിഞ്ഞ് എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് ഗബ്രിയേൽ പറയുമ്പോൾ മറിയ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. എലിസബത്ത് ദൈവത്തോട് കൊണ്ടുവന്ന് മകനെ വളർത്തി. അപ്പോൾ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ മറിയ അവിടെ ചെന്ന് കൂടെ 3 മാസം താമസിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴെന്താ സംഭവിക്കുന്നത്? അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ സ്തുതിയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, മറിയ ഇതാ എൻ്റെ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയി. മറിയ ഗർഭം ധരിച്ചു, വചനം കൊണ്ട് ഗർഭം ധരിച്ചു. അത് കഴിഞ്ഞിട്ട് മറിയ എഴുന്നേറ്റ് സെക്രിയാവിൻ്റെ വീട്ടിൽ, അതായത് എലിസബത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ പരിശുദ്ധാത്മ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ ഉണ്ടോ? അവിടെയും അനുഗ്രഹമാണ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് പൊസിഷൻ മാറുന്നു കൃപ ലഭിച്ചപ്പോൾ. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി. നിൻ്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മൾ ഭാഗ്യവതിയാണ്. എപ്പോഴാണ് ദൈവം എന്നോട് എന്തെങ്കിലും അരുളി ചെയ്യുന്നെങ്കിൽ അത് സ്വീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മുടെ ഭാഗ്യവതി പദവി. നമ്മൾ സ്ത്രീകളോട് ഞാൻ പറയുന്നത് സ്ത്രീജനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ പേരല്ല, നമ്മുടെ പ്രവൃത്തികളാണ്. ദൈവത്തിൽ ഉറച്ച പ്രവൃത്തികൾ. നമ്മുടെ മനസ്സല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ മനസ്സിനകത്തെ ചിന്തകൾ ദൈവത്തോട് അനുരൂപമാകുമ്പോൾ ദൈവപ്രവൃത്തികൾ പുറത്തു വരും. നമ്മുടെ സംസാരത്തിന് വ്യത്യാസം വരും. നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെ കൃപ ലഭിച്ചവളെന്ന് തന്നെ ദൈവം വിളിക്കും. ദൈവത്തിൻ്റെ മക്കളാക്കാൻ അവൻ്റെ വചനത്തിലാണോ നമ്മളെ മക്കളെ വളർത്തുക. അപ്പോൾ നമ്മുടെ മക്കളെയും ദൈവവചനം. അപ്പോൾ നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കളെ നിൻ്റെ കൃപയിലും നിൻ്റെ കരുണയിലും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മളോട് ദൈവം പറയുന്നത് യഹോവയുടെ കൈ ശക്തിയോടെ ഇറങ്ങിയാണ്. എപ്പോഴാണ് ദൈവവചനം വിളിച്ചത്? തലമുറയ്ക്ക് നമ്മൾ എന്താണ് വാരിക്കൊടുക്കുന്നത്? സ്ത്രീകളെ, ഭർത്താക്കന്മാരെ ബഹുമാനിപ്പാൻ പഠിപ്പിക്കണം. പുരുഷന്മാരെ, നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ സഹോദരന്മാരായി അപ്പനമ്മമാരായി കാണാൻ പഠിപ്പിക്കണം.
പെൺമക്കൾ മാന്യമായി വസ്ത്രം ധരിക്കാൻ അമ്മമാർ പഠിപ്പിക്കണം. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ പഠിപ്പിക്കണം. ലോകം കണ്ട 2 തലമുറ പിറന്നു വീഴാൻ ആ 2 മാതാക്കൾ വലിയ വില കൊടുത്തു. വീഞ്ഞും മദ്യമുള്ള നാട്ടിൽ എനിക്കിത് നിഷേധമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. കർത്താവിൻ്റെ ജനനത്തിൽ മാതാവിനെ കൃപ ലഭിച്ചവൾ, കൃപ നിറഞ്ഞ് യേശുവിനെ ഭൂമിയിലേക്ക് നമുക്ക് യാതനാകാൻ ദൈവം ഉപയോഗിച്ചു. അത് അനുഗ്രഹപാത്രമാക്കി മാറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയുടെ മഹത്വം ദൈവത്തിൻ്റെ സ്തുതി വഹിക്കുന്ന പാത്രങ്ങളാക്കി മാറ്റുമ്പോൾ അസാധ്യ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ദൈവത്തെ സ്തുതിക്കുന്ന അപ്പനമ്മ എവിടെയുണ്ടോ അവിടെ അനുഗ്രഹം കടന്നു വരും. നമ്മൾ പലപ്പോഴും ആവലാതി പറയും. അതെല്ലാം നന്മ ചെയ്യുന്നവരാണെങ്കിൽ കുറേ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് കാശുണ്ടാക്കി വെക്കും. വേണം ആവശ്യമുള്ളത് ക്രിസ്തു പറയുന്നുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി അപ്പനമ്മമാർ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞു. പക്ഷേ ഒത്തിരി അതിൽ ആ പ്രാധാന്യം കൊടുത്തിട്ട് അവരുടെ സ്വഭാവം നശിച്ചാൽ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ദൈവത്തിൽ മക്കളെ വളർത്തിയ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലത്. അവൻ്റെ രാജ്യവും സ്ഥിതി അന്വേഷിക്കണമെങ്കിൽ കരഞ്ഞെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ദൂഷ്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അനുഭവത്തിൽ കണ്ടതാണ് സൗദി അറേബ്യ വെച്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു സ്ത്രീ നല്ല സൗകര്യമുള്ള ഭവനത്തിലാണ്. നമ്മുടെ എറണാകുളത്തുള്ളൊരു ഫാമിലിക്കാരാണ്. നമുക്ക് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഫാമിലിയാണ്. വളരെ നല്ല ഫാമിലി. ഭാര്യയും ഭർത്താവിന് നല്ല ജോലി, അരാംകോയിൽ. അവരൊരു നല്ല സ്ത്രീയാണ്. പക്ഷെ അവർ എന്നും വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ വീടിൻ്റെ മുൻവശത്തെ മുറിയിൽ കർത്താവിൻ്റെ ഒരു കുരിശ് രൂപം വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ക്രൂശ്, ഐ തിങ്ക് ഇറ്റ് ഇസ് രൂപ, അതോ കുരിശിൻ്റെ പടമോ വെച്ചിട്ട് എന്ന് ഈ കുട്ടി ആ സ്ത്രീയെ ആ പടത്തിൻ്റെ മുമ്പിൽ അങ്ങ് കരച്ചിലോട് കരച്ചിൽ. ഒരു ആണും ഒരു മോളുമാണ് അവർക്കുള്ളത്. ഈ പെൺകുട്ടിക്ക് 18 വയസ്സായപ്പോൾ അവളൊരു മുസ്ലിമിൻ്റെ പോയി ചോദിച്ചു, കാരണം എന്താണ്? എന്നും ആ കരച്ചിൽ മാത്രമുള്ള ഒരു അമ്മയുടെ ദൈവത്തെ, അതെന്തൊരു ദൈവം, സന്തോഷിക്കാൻ മറന്നുപോയി. നമുക്കെല്ലാം ആ കുഴപ്പമില്ലേ? സ്തുതിക്കുന്നത്. അതേസമയം അവിടെ ക്രൂശിനെ പടം എടുത്ത് വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫറെൻറ്റ് ഇഫക്റ്റ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ മറിയയും എലിസബത്തും കൂടെ സംസാരത്തിൽ എന്തോ ഒരു സ്തുതിപ്പാണ് അതിനകത്ത് വരുന്നത്. 2 സ്ത്രീകൾ ഒന്നിച്ചു കൂടിയപ്പം പഴയ നിയമത്തിൻ്റെ അവസാനമാകുന്ന യോഹന്നാൻ സ്നാപകനെ ഉണ്ടാക്കിയ അമ്മയും പുതിയ നിയമത്തിൻ്റെ ആരംഭമാകുന്ന യേശുവിനെ ഉണ്ടാക്കിയ അമ്മയും കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ അവരുടെ സംസാരം സ്തുതിപ്പായിരുന്നു. അതായിരിക്കണം നമ്മൾ 2 പേര് കൂടുമ്പോൾ, 2 സ്ത്രീകൾ 2 പുരുഷന്മാർ കൂടുമ്പോൾ സ്തുതിപ്പ്. ദൈവം ചെയ്ത നന്മകൾക്ക് പാട്ടില്ല, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം എന്ത് പറഞ്ഞിടാം, അങ്ങനെ ഒരു പാട്ടുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ. പക്ഷെ ദൈവത്തിൻ്റെ നന്മ പറയാൻ തക്കണം. നാളിത് പോരാ, നാവിത് പോരാ, ജീവിതം ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾ പറയാൻ പഠിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, സ്തുതിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ഞങ്ങൾ അന്യോന്യം സ്തുതിക്കുന്നതിൽ കൂടുതലായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിക്കണം. മറിയ എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ മാതാവിൻ്റെ ഉള്ളിലുള്ള എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എലിസബത്ത് പറയുന്നു, ദൈവം കർത്താവ് പറഞ്ഞ് വിശ്വസിച്ച നീ ഭാഗ്യവതിയെന്ന്. ഞങ്ങളും അതന്നെ ചോദിക്കുന്നു. ദൈവം അന്നും ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, വചനത്തിൽ കൂടെ, മറ്റുള്ളവരിൽ കൂടെ, വേദപുസ്തകത്തിൽ കൂടെ. അവിടുന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഭാഗ്യപദവി ഞങ്ങൾക്ക് ഇട്ട് തരണം. അത് കഴിഞ്ഞപ്പോൾ അവർ 2 പേരും കൂടെ സ്തുതിപ്പാണ്. എന്തോ ഒരു സ്തുതിപ്പ്, സ്തോത്രം, എന്തൊരു മനോഹരമാണ് വെച്ച. അങ്ങനെ ദൈവമക്കൾ കൂടുന്നിടത്ത് സന്തോഷത്തിൻ്റെ സ്തുതിപ്പിൻ്റെ ആത്മാവുണ്ട്. ഞങ്ങളുടെ ഭവനങ്ങളിൽ അതുകൊണ്ട് സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെയും ദൈവനാമത്തിലുണ്ടാകട്ടെ. അല്ലാതെ നമ്മളെ ചതിക്കുന്ന ദുഷ്ടതിക്കുക അതിനെ ഞങ്ങൾ വെറുക്കുന്ന പച്ച, അതിനെ വെറുക്കുന്ന പച്ച നമ്മുടെ ഭവനങ്ങൾ ഇന്നിറ്റേണിറ്റി ഒരു തലമുറയിൽ ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലമുറകൾ ദൈവത്തെ അറിയുന്നവരും ദൈവത്തോട് ചേർന്ന് നിന്ന് സത്യദൈവത്തിനും സത്യാത്മാവിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായി മാറട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.